എല്ലാ ഉയർന്ന സ്ഥാപനങ്ങളും എല്ലാ വിദ്യാഭ്യാസ രംഗത്ത് വളരെ മുന്നിലെത്തിയ ആളുകളുമുള്ള ഈ സ്റ്റേഡിയത്തിൽ സന്നിഹിതരായവരും ഓർമ്മ കേൾക്കുന്നവരുമായ എല്ലാ വിഭാഗം ആളുകളോടും ഹുബ്ബുർ റസൂൽ കോൺഫറൻസിന് പറയാനുള്ളത് നിഷ്പക്ഷമായി കാര്യങ്ങൾ വിലയിരുത്തുക. ആരാണോ സത്യം ഉൾക്കൊള്ളുന്നത്, അൽഹംദുലില്ലാഹ്, സത്യത്തെ പൂർണ്ണമായോ ഭാഗികമായോ ഉൾക്കൊണ്ടാൽ അവിടെയും സന്തോഷം തന്നെ. അതേ സമയത്ത് സത്യത്തെ വെറുക്കുകയും ആ സത്യത്തെ എതിർക്കുകയും ചെയ്യുന്ന രീതി ഒരു ആൾക്കും ഉചിതമായ രൂപമല്ല. കാരണം മനുഷ്യന്റെ വളർച്ചയും അവന്റെ പുരോഗതിയുമാണ് ഇവിടെ നാം ഉദ്ദേശിക്കുന്നത്. മതങ്ങൾ ഉദ്ദേശിക്കുന്നത് രാജ്യത്തിന്റെ പുരോഗതിയാണ്, ജനങ്ങളുടെ പുരോഗതിയാണ്. മനുഷ്യ വിഭവങ്ങളെ കൾച്ചർ ചെയ്യലാണ് മതങ്ങളുടെ ലക്ഷ്യം. പ്രവാചകന്മാരും അതിനുവേണ്ടി വന്നിട്ടുള്ളവരാണ്. ഒരു പ്രവാചകനെ മാത്രം ഉയർത്തിപ്പിടിക്കുകയും ബാക്കി പ്രവാചകന്മാരെ അവഗണിക്കുകയും ചെയ്യുന്ന സിസ്റ്റം ഖുർആനിൽ ഇല്ല. മറിച്ച് ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബി വൽ മുഅ്മിനൂന കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير. എല്ലാ മഗ്‌രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ അല്ലെങ്കിൽ ഇശാഇന് ശേഷം എല്ലാ രാത്രിയിലും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് സൂറത്തുൽ ബഖറയിലെ ആദ്യത്തെ ഭാഗമായ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു എന്ന ഭാഗവും സൂറത്തുൽ ബഖറയുടെ ഏതാണ്ട് മധ്യത്തിലുള്ള അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന ഭാഗവും അൽ ബഖറയുടെ അവസാന ഭാഗത്തിലുള്ള ആമനർ റസൂൽ എന്ന ഭാഗവും. ആ മൂന്നാമത്തെ ഭാഗത്തിൽ നമുക്ക് കാണാം വിശ്വാസികളുടെ സ്വഭാവം. അവർ പഴയ കാലത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാരെ മുഴുവനും റെസ്പെക്ട് ചെയ്യുന്നു. ഉദാഹരണം, ഞാൻ ഈ സദസ്സിൽ വെച്ച് കഴിഞ്ഞകാല സമൂഹത്തിലെ പ്രവാചകന്മാരുടെ പേര് പറഞ്ഞാൽ എല്ലാവരും അവർ സിന്ദാബാദ് വിളിക്കുന്നത് കേൾക്കാം. ഇതാദ്യം അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് ഒത്തുപറയുകയല്ല. ജൂതന്മാർ എന്ന് പറയുന്നൊരു വിഭാഗം നമ്മുടെ രാജ്യത്തുണ്ട്. ക്രൈസ്തവർ എന്നൊരു വിഭാഗം ഈ രാജ്യത്തുണ്ട്. ജൂതന്മാർ അവരുടെ പ്രവാചകനായി എപ്പോഴും പറയുന്ന വ്യക്തിയാണ് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ. ഈ അലൈഹിസ്സലാം എന്ന ഈ പദം ഇപ്പോൾ സദസ്സിൽ നിന്ന് വരാനുള്ള കാരണം, മൂസാ നബി അലൈഹിസ്സലാം ഇവിടെ വന്ന കാലത്ത് അദ്ദേഹം ഉൾക്കൊണ്ട ആശയം ഏതാണ്? തൗഹീദാണ്. അള്ളാഹുവിന്റെ ദിവ്യ സന്ദേശമാണ് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്. മെസൊപ്പൊട്ടോമിയൻ സംസ്കാരത്തിന്റെ ഭാഗങ്ങൾ പരതി നോക്കുമ്പോൾ, ഈജിപ്ത് സംസ്കാരത്തിന്റെ ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെയെല്ലാം നമുക്ക് പ്രവാചകന്മാരെ കാണാൻ കഴിയുന്നുണ്ട്. ആ ഈജിപ്ത് കൾച്ചറുമായി ബന്ധപ്പെട്ട നബിയാണ് മൂസാ നബി അലൈഹിസ്സലാം. ആ മൂസാ നബിയെ പിൻപറ്റിയ ആളുകൾ പിന്നീട് വഴി തെറ്റി എന്നതിൻ്റെ പേരിൽ മാത്രമാണ് നാം അവരോട് പല വിഷയങ്ങളിലും യോജിക്കാത്തത്. അതേ സമയത്ത് അവരുടെ പ്രവാചകനായി നിലകൊള്ളുന്ന മൂസാ നബി അലൈഹിസ്സലാമിനോട് വിശ്വാസികൾക്ക് യാതൊരു വെറുപ്പുമില്ല. ക്രൈസ്തവർ അവരുടെ നേതാവായി പറയുന്ന ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസ, ആ ഈസാ നബി അലൈഹിസ്സലാമിനോട് ഒരു വെറുപ്പും ഇല്ല. അങ്ങനെ എല്ലാ പ്രവാചകന്മാരോടും വളരെ ബഹുമാനമുള്ളവരായി നിലകൊള്ളുന്ന ഒരു സംസ്കാരമാണ് ഈ രാജ്യത്തുണ്ടാവേണ്ടത്. അക്കൂട്ടത്തിൽ ഏറ്റവും അവസാനമായി AD 571 അറേബ്യയിലെ മക്കയിൽ പിറന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന പ്രവാചകനെ നാം ഇവിടെ പ്രത്യേകമായി പറയാനുള്ള കാരണം, ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള സർവ ചലനങ്ങളും അവരുടെ കുടുംബ ജീവിതവും അവരുടെ ജോലി സംബന്ധമായ നീക്കങ്ങളും അവരുടെ മക്കൾ അങ്ങനെ തുടങ്ങി ജീവിതത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങൾ ഒരു വ്യക്തിക്കുണ്ടോ അത് മുഴുവനും ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്ന ഒരു വലിയ വ്യക്തി എന്ന നിലയിൽ ബഹുമാനപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വാസികൾ ആദരിക്കുകയാണ്. ആ ആദരവ് കൊണ്ട് വേറെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് നഷ്ടമോ പരാജയമോ ഇല്ല.
മറിച്ച് അച്ചടക്കമുള്ള ഒരു തലമുറ ഈ രാജ്യത്ത് വളർന്നു വരുമ്പോൾ അത് രാജ്യത്തിന് അത് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ. അച്ചടക്കമുള്ള ഒരു സമൂഹത്തെ കൊണ്ട് ആർക്കും എവിടെയും ഒരു നഷ്ടവും ഉണ്ടാവുകയില്ല. മറിച്ച് ആ സംസ്കാരങ്ങൾ അറിഞ്ഞോ അറിയാതെയോ മറ്റ് തലമുറകളിലേക്ക് വ്യാപിക്കുകയും അതിൻ്റെ നന്മകൾ ലോകത്ത് മുഴുവനും എത്തുകയും ചെയ്യുമ്പോൾ അത് രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ വിജയമായി മാറുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തെ സംബന്ധിച്ച് നാം പറയുമ്പോൾ ഒരു മക്ക എന്ന് പറയുന്ന പട്ടണത്തിലാണ് തിരുനബിയുടെ ജനനം. ആ ജനിച്ചത് എപ്പോഴാണ്, ഏത് സമയത്താണ്, ഏത് ദിവസത്തിലാണ്, ഏതു